ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ വളരെ പ്രത്യേകതയുള്ള, വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു പഠന പരമ്പരയാണ് റോമർക്കെഴുതിയ ലേഖനം. റോമർക്കെഴുതിയ ലേഖനത്തിൽ നിന്നുള്ള പഠനത്തിലെ 98ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചതിനാൽ ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ നാം നീതീകരിക്കപ്പെട്ടു. ഒരു വിശ്വാസി നീതീകരിക്കപ്പെടുന്നത് ദൈവകൃപയാലാണ്. അത് കർത്താവ് യേശുവിലെ വിശ്വാസത്താലാണ്. അങ്ങനെ നീതീകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹങ്ങൾ എന്താണ്? ഇതാണ് റോമലേഖനം 5-ാം അധ്യായ പഠനത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായി തന്നെ ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിൽ ആദ്യത്തെ 5 വാക്യങ്ങളിലൂടെ നീതീകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹങ്ങളായിട്ട് ദൈവത്തുള്ള സമാധാനം, കൃപയിലുള്ള പ്രവേശനം, കൂടാതെ ദൈവ തേജസ്സിൽ പ്രശംസിക്കുവാനുള്ള അവകാശം. ഒരു കാര്യം നാം വ്യക്തമായി കണ്ടു. ഈ വേദഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന 3 അടിസ്ഥാന സത്യങ്ങളുണ്ട്. ഒന്ന്, യഥാർത്ഥ സമാധാനത്തെക്കുറിച്ചാണ്. യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത് യുദ്ധം അവസാനിച്ചു, കലഹം അവസാനിച്ചു, കോലാഹലം അവസാനിച്ചു, അപ്പോൾ സമാധാനമുണ്ടായി എന്നതല്ല. യഥാർത്ഥ സമാധാനം ദൈവ സാന്നിധ്യത്തിലാണ്. രണ്ടാമത്തെ സത്യം നാം പഠിച്ചു. ജീവിതത്തിൽ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ വരും. അത് ഒഴിവാക്കാൻ പറ്റില്ല. ഭൂമിയിൽ കഷ്ടമുണ്ട്. പക്ഷെ നാം തീരുമാനിക്കാൻ കഴിയും, ഈ കഷ്ടതകൾ നമ്മളെ കയ്പുള്ളവരാക്കുമോ കൂടുതൽ പ്രയോജനമുള്ളവരാക്കി മാറ്റുമോ? മൂന്നാമത്തെ സത്യ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും നാം മുറുകെ പിടിക്കേണ്ട ഒരു സത്യമുണ്ട്. അതെന്താണ്? ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഈ വിഷയത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അപ്പം ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഒരു വിഷയം ചോദിക്കാം. ഈ അനുഗ്രഹങ്ങൾ എനിക്കുള്ളതാണോ? എനിക്കുണ്ട് എന്നുള്ള തെളിവെന്താണ്? എന്ത് തെളിവാണ് എനിക്കുള്ളത്? ഈ അനുഗ്രഹങ്ങൾ എനിക്കുള്ളതാണ്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസ്തലനിലൂടെ വ്യക്തമായിട്ട് പറയുന്നു, ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ഒരു അടിസ്ഥാന സത്യം നമുക്കുണ്ടായിരിക്കണം, ബോധ്യമുണ്ടായിരിക്കണം. അതെന്താണ്? ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നു. എപ്രകാരം ദൈവം എന്നെ സ്നേഹിക്കുന്നു? എന്താണ് തെളിവ്? നാം വീണ്ടും ചോദിക്കും. എന്ത് ഉറപ്പാണ് എനിക്കുള്ളത്? ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ദൈവം നമുക്ക് നൽകി തന്ന പരിശുദ്ധാത്മാവ്. ദൈവം തന്നെയായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദാനമായി നൽകി തന്നിരിക്കുന്നു. വീണ്ടും ജന്മം പ്രാപിക്കുന്ന എല്ലാവർക്കും ദൈവം തൻ്റെ ആത്മാവിനെ നൽകുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ഈ ആത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ പകർന്നത്. 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം പറയുന്നത്, അതിൻ്റെ പകുതി 2ാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ കാണാം, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവം നമുക്ക് നൽകി തന്ന സ്നേഹം, ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം നമുക്ക് ബോധ്യമാക്കി തരുന്നതിന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. ദൈവം തന്നെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നുകൊണ്ട് ആത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്താണ്? ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലം സ്നേഹമാണ്. ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയും. അപ്പോൾ ദൈവസ്നേഹവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ വേർതിരിക്കാൻ പറ്റില്ല. അത് വളരെ വ്യക്തമാണ്. നാം കണ്ടു, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം ചുറ്റുമുള്ള നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ സ്നേഹിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ഇവിടെ ഇതാ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. നമ്മുടെ മാതാപിതാക്കൾ, ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ മാതാപിതാക്കൾ, അപ്പനും അമ്മയും കുട്ടിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് കുട്ടിയുടെ ആരോഗ്യപരമായ, വൈകാരികമായ, മാനസികമായ വികസനത്തിന് എത്ര ആവശ്യമാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ആവശ്യമായത് 5000 പേർക്ക് കൊടുക്കുന്ന വലിയ സദ്യയല്ല, കോടിക്കണക്കിന് രൂപ മുടക്കിയ വിവാഹമല്ല, ശുശ്രൂഷകളല്ല. വേണ്ടത് പരസ്പരമുള്ള സ്നേഹമാണ്. അതില്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ അവർ വേർതിരിഞ്ഞെന്ന് വരാം. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും, ഭർത്താവിന് ഭാര്യയിൽ നിന്നും ഉള്ള സ്നേഹത്തെക്കുറിച്ച് ഉറപ്പുണ്ടെങ്കിൽ ജീവിത അവസാനം വരെ അവർ മുന്നോട്ട് പോകും. അതുപോലെ സുഹൃത്തുക്കൾ തമ്മിലും അടിസ്ഥാന ബന്ധമാണ് മാനുഷികമായിട്ടുള്ള നിർവൃതി, പൂർണ്ണത, സംതൃപ്തി, പരസ്പരമുള്ള സ്നേഹം, അന്യോന്യമുള്ള സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം അനുഗ്രഹമാണ്. മാനുഷിക തലത്തിൽ പരസ്പരമുള്ള സ്നേഹം, അന്യോന്യമുള്ള സ്നേഹം ഇത്രമാത്രം അനുഗ്രഹം തരുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ആത്മീക, മാനസികമായ, ഭൗതികമായ വളർച്ചയ്ക്ക് മാതാപിതാക്കളുടെ സ്നേഹം എത്രമാത്രം അനുഗ്രഹമാകുന്നു. അപ്പോൾ അതിനേക്കാൾ എത്ര വലുതായിരിക്കും ദൈവത്തിൻ്റെ സ്നേഹം. ദൈവമക്കളായി നാം പിതാവായി ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവ്, ബോധ്യമുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും നിശ്ചയത്തിൻ്റെയും നമുക്ക് നമ്മെക്കുറിച്ച് തോന്നുന്ന മതിപ്പിൻ്റെയൊക്കെ പിന്നിലുള്ളത്. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ ലോകത്തിൽ ആരും നമ്മളെ സ്നേഹിക്കുന്നുണ്ടാകില്ല. എല്ലാവരും പുച്ഛിക്കപ്പെട്ടു. നമ്മുടെ നിറമോ ഭംഗിയോ സാഹചര്യങ്ങളോ തൊഴിലോ വരുമാനങ്ങളോ
കുടുംബ പാരമ്പര്യങ്ങളും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളെ ഉപേക്ഷിച്ചുകൊണ്ടുണ്ടാകാം, നമ്മളെ മറന്നു കളയാം, അവഗണിച്ചെന്ന് വരാം. പക്ഷേ ദൈവം നമ്മെ സ്നേഹിക്കുന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ അത് തരുന്ന ഉറപ്പെത്ര വലുതാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ ശുശ്രൂഷയാണിത്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ബോധ്യമാക്കി തരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് എന്നും ബോധ്യപ്പെടുത്തി നമ്മുടെ കൂടെ നിൽക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ് ഈ വിധത്തിൽ, വചനത്തിലൂടെ. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് പല കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഒന്ന്, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തെ അനുസരിക്കുന്ന, വചനമനുസരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ദൈവം നൽകുന്ന ദാനമാണ്. ഇത് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. ശീമോന് പറ്റിയ അബദ്ധം പോലെ പൈസയുമായി ഓടി വന്ന് പത്രോസിൻ്റെ അടുക്കൽ. പത്രോസ്, നിനക്കത് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, ദൈവം തരുന്നതാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഇവിടെ നീതീകരണത്തിൻ്റെ അനുഗ്രഹത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാക്കണം. വിശ്വാസത്താലുള്ള നീതീകരണം, പക്ഷെ അതേ സമയത്ത് ഒരു പുനർജനനം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിന് അനുഭവം അതോടൊപ്പം സംഭവിക്കണം. അത് രണ്ടും വേർതിരിക്കാൻ പറ്റില്ല. രക്ഷിക്കപ്പെട്ടു പക്ഷേ ദൈവാത്മാവില്ല എന്ന് പറയുന്ന അവസ്ഥ പോലെ അതൊരിക്കലും സാധിക്കില്ല. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ദാനം വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരിക്കും. മാത്രമല്ല, ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു പ്രത്യേക സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരുന്നു. ആ സമയം എപ്പോഴാണ്? വീണ്ടും ജനിക്കുന്ന സമയം, രൂപാന്തരത്തിൻ്റെ സമയം, ക്രിസ്തുവിൻ്റെ ചേരുവ സ്നാനമേറ്റ സമയം. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി വന്നപ്പോൾ അവിടെ പ്രസംഗിച്ചപ്പോൾ അവർ ഈ 37-ാം വാക്യത്തിൽ പ്രസംഗം കേട്ടവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? എന്താ ചെയ്യേണ്ടത്? കർത്താവ് യേശുവിനെ തെറ്റിദ്ധരിച്ച് മശിയാണെന്ന് മനസ്സിലാക്കാതെ തള്ളിക്കളഞ്ഞു. ക്രൂശിക്കാന്ന് വിളിച്ചു പറഞ്ഞു. ഈ അവസ്ഥ ഞങ്ങൾ എങ്ങനെ തിരുത്തും? അതിന് മറുപടി പത്രോസ് പറയും. ക്രിസ്തു കൊടുത്ത മറുപടിയാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാരെ അടുക്കൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കണം, എന്നെക്കുറിച്ചുള്ള ഈ നല്ല വാർത്ത അറിയിക്കണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടുക. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ ത്രിയേക ദൈവത്തിൻ്റെ അധികാരത്തിൽ അവരെ സ്നാനപ്പെടുത്തണം. അതവരുടെ പാപമോചനത്തിനും ദൈവത്തിൻ്റെ ആത്മാവ് ലഭിക്കുന്നതിനും കാരണമാണ്, ആവശ്യമാണ്. അത് തന്നെയാണ് പത്രോസ് കൊടുത്തത്. പക്ഷേ ഇവിടെ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ അവർ തള്ളിക്കളഞ്ഞ നാമമാണ്, അഥവാ അധികാരമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഏത് നാമത്തെയാണോ തള്ളിക്കളഞ്ഞത്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാണ്, ആ നാമത്തെ നിങ്ങൾ അംഗീകരിക്കണം. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. സ്നാനപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെ തന്നെയായിരിക്കും അനുസരിച്ചത്. ക്രിസ്തു അവരോട് എന്താ കേൾപ്പിച്ചത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. മത്തായി 28-ാം അധ്യായം 18 മുതൽ 20 വരെ. അതുകൊണ്ട് പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ടു നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പി. അതായത് കർത്താവ് യേശു കൽപ്പിച്ച കൽപ്പനയ്ക്ക് വിധേയപ്പെടണം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇത് വാഗ്ദാനമാണ്, പരിശുദ്ധാത്മാവെന്ന ദാനമാണ്. അപ്പോൾ ഒരു സമയമുണ്ട് കൃത്യമായിട്ട്. മാത്രമല്ല, പരിശുദ്ധാത്മാവ് നൽകപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ ശുശ്രൂഷ എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ ഉള്ളിൽ നിറയ്ക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പകർന്നു കൊടുക്കുക, ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരു പ്രവാഹം പോലെ, ഒരു പേമാരി പോലെ പരിശുദ്ധാത്മ ദൈവസ്നേഹ ഹൃദയത്തിൽ പകരുകയാണ്. സ്നാനപ്പെട്ട ഓരോ വ്യക്തികളും ഞാൻ ദൈവത്തെ സ്നേഹിക്കപ്പെടുന്ന ബോധ്യത്തിലെത്തുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹ ഹൃദയങ്ങളിൽ പകരുകയാണ്. പരിശുദ്ധാത്മാവ് വീണ്ടെടുക്കപ്പെട്ടവരിൽ ചെയ്ത ശുശ്രൂഷ, ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ മേൽ, അല്ലെ, അവർ ദൈവത്തെ സ്നേഹിച്ച സ്നേഹമല്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഇതാണ്. ആഴമായി ഒരു ഉന്മേഷം പകരുന്ന തരത്തിൽ ഒരു സുബോധം, ഒരു ബോധ്യം കൊടുക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യമാണ്. സ്നേഹം എന്ന് പാട്ട് പാടിയതുകൊണ്ടോ, എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പാടിയതുകൊണ്ടോ അല്ല. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ബോധ്യമാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഇത് റോമലേഖനം 8:16 മറ്റു വിധത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇതോട് ബന്ധപ്പെട്ട വേറൊരു വിഷയം പറയും. റോമർ 8:16 നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവിലൂടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മുടെ നെഞ്ചത്ത്, ബോർഡിൽ അല്ലെങ്കിൽ ഷട്ടിൽ എഴുതി വെച്ചാൽ പോരാ, ബാഡ്ജ് ധരിച്ചാൽ പോരാ. ദൈവത്തിൻ്റെ ആത്മാവ് പറയണം ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന്. അതേപോലെയാണിത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തിയും ദൈവമക്കളാകുന്നില്ല. റോമലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്ര. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനി, വചനപ്രകാരമുള്ള ക്രിസ്ത്യാനിയായി മാറുന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം മറ്റുള്ളവർ പകർന്നു കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം നമ്മൾ കണ്ടു, ഒന്നാമത്തെ തെളിവ് നമ്മൾ കണ്ടു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ. രണ്ടാമത്തെ തെളിവ് 6 മുതൽ 8 വരെ, റോമർ 5. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ
ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ആദ്യത്തേത് കുറച്ച് അവ്യക്തതയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമ്മുടെ ഉള്ളിൽ പകർന്നുകൊണ്ട് ദൈവം തൻ്റെ സ്നേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ബോധ്യപ്പെടുത്തും എന്നുള്ളത് കൂടുതൽ വ്യക്തമാക്കാൻ പറ്റില്ല. അത് ആത്മാവിൻ്റെ കാര്യങ്ങളാണ്. പക്ഷേ രണ്ടാമത്തേത് അങ്ങനെയല്ല. രണ്ടാമത്തെ ചരിത്ര സത്യമാണ്. ക്രിസ്തുവിൻ്റെ ക്രൂസിലെ മരണം, കർത്താവ് യേശുവിനെ ക്രൂസിൽ മരിക്കുവാനായിട്ട് നൽകിയതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു തെളിവ്. ക്രിസ്തുവിൻ്റെ ക്രൂസ്, റോമൻ ക്രൂസിൽ ക്രിസ്തു മരിച്ചത് പൗലോസ് ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുകയാണ്. 8-ാം വാക്യത്തിൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ച ഒരു വേദിയാണ് ക്രൂസ്. ഈ വേദഭാഗങ്ങൾ 6 മുതൽ 8 വരെ വ്യക്തമായി പറയുന്നു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തു മരിച്ചു എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതൊരു ദുഃഖകരമായ വാർത്തയായിത്തീരും. പക്ഷേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രക്ഷയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. ദൈവം നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് കാണിച്ചു തരികയാണ് ആ ക്രൂസ്, തൻ്റെ പുത്രൻ്റെ മരണം. പല സമയത്ത് പൗലോസ് പലപ്പോഴും പ്രയാസപ്പെട്ടിട്ടുണ്ട്, വിചാരപ്പെട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇത്ര ഭയാനകമായ ക്ലേശകരമായ അവസ്ഥകൾ ജീവിതത്തിൽ വരുന്നത്? പ്രതീക്ഷ പോലെ ഒന്നുമല്ല, എവിടെ ചെന്നാലും ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, വേദനകളുമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം നടുവിലും അപ്പോസ്തലന് ഒരു കാര്യത്തെക്കുറിച്ച് നിശ്ചയമുണ്ടായിരുന്നു: ദൈവസ്നേഹം, തൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ സ്നേഹം. കാൽവരി ക്രൂശിൽ തനിക്ക് വേണ്ടി മരിച്ച കർത്താവ് യേശുവിലൂടെ ദൈവം ചൊരിഞ്ഞ തൻ്റെ സ്നേഹം അത് വളരെ വ്യക്തമായിരുന്നു. പൗലോസിൻ്റെ വാക്കുകൾ നമുക്കത് കേൾക്കാം. ഗലാത്യലേഖനം 2-ാം വാക്യത്തിൽ, ഇപ്പോൾ ജീവിക്കാൻ ഞാനല്ല, ക്രിസ്തു അത്ര ഇല്ല ജീവിക്കുന്നത്, ഞാൻ ഈ ദളത്തിൽ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു തന്ന കർത്താവ് യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിൽ അത്ര എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പൗലോസ് നല്ല ബോധ്യമുണ്ടായിരുന്നു, കർത്താവ് തന്നെ സ്നേഹിക്കുന്നു. നിങ്ങളും ഞാനും ജീവിതത്തിലെ വേദനകളിലൂടെ, സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ സത്യം മുറുകെ പിടിക്കണം: കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഇത് നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. മറ്റെല്ലാത്തിലും ഉപരിയായി കുട്ടികൾക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ, വേദനകൾ വന്നാലും ഈ വലിയ സത്യത്തെ മുറുകെ പിടിക്കണം: ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തൻ്റെ പുത്രനെ ക്രൂസിൽ നമുക്ക് വേണ്ടി മരിക്കാൻ നൽകി തന്നത്. അപ്പോൾ നാം ആദ്യം കണ്ട തെളിവ് പരിശുദ്ധാത്മാ ദാനം നമുക്ക് നൽകി തന്നുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്ന തെളിവ് തന്നു. പക്ഷേ രണ്ടാമത് ക്രൂസിൽ തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട്, യാഗമായി നൽകി തന്നുകൊണ്ട്. 3-ാം അധ്യായം റോമലേഖനം 25-ാം വാക്യം, ദൈവം തൻ്റെ നീതി പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞു. ക്രൂസിൽ നീതിയുടെ പ്രദർശനം, ദൈവനീതിയുടെ പ്രദർശനം ക്രൂസിൽ സംഭവിച്ചു. പക്ഷേ ഇവിടെ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ്, ദൈവസ്നേഹത്തിൻ്റെ തെളിവാണ്. ഇത് നമ്മളെപ്പോഴും ഓർക്കണം. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് നൽകുക എന്നുള്ളതാണ്. എത്രത്തോളം നൽകാൻ കഴിയുന്നു, അതാണ് സ്നേഹം. യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. നൽകുന്നതിൽ സ്നേഹം കാണാം. യോഹന്നാൻ്റെ ലേഖനത്തിൽ അത് കാണാം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞത് ഇപ്രകാരമാണ്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന യോഹന്നാനിലൂടെ അത് പറഞ്ഞു: നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഗലാത്യർ 2:20 നമ്മൾ അത് തന്നെയാണ് കേട്ടത്. സ്നേഹത്തിൻ്റെ ആഴം, അളവ് എങ്ങനെ തീരുമാനിക്കാം? അത് നൽകിയ ദാനത്തിലൂടെ അറിയാം. എന്ത് ദാനമാണ് ഈ ദാതാവായ വ്യക്തി, അല്ലെങ്കിൽ ഈ സമ്മാനം നൽകുന്ന വ്യക്തി കൊടുത്തത്? കൂടാതെ അതോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെ അളവറിയുന്നത് ഈ സമ്മാനം സ്വീകരിപ്പാൻ, ഈ ദാനം സ്വീകരിപ്പാൻ അർഹതയുള്ള വ്യക്തിയാണോ, യോഗ്യതയുള്ള വ്യക്തിയാണോ? ഈ സമ്മാനം, ദാനം സ്വീകരിച്ച വ്യക്തിയുടെ യോഗ്യതയും അയോഗ്യതയും നോക്കിക്കഴിഞ്ഞാൽ കൊടുത്ത ദാനത്തിൻ്റെ വലിപ്പം അറിയാം. നൽകിയ ദാനം നൽകി കൊടുത്ത ആൾക്ക് വളരെ വിലയുള്ളതാണെങ്കിലും, അത് സ്വീകരിച്ച വ്യക്തിക്ക് ഒട്ടും അർഹതയില്ലെങ്കിലും, നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് കൊടുത്ത ആളുടെ സ്നേഹമാണ്. ഈ സ്നേഹം, ഈ ദാനം സ്വീകരിപ്പാൻ ഈ ലഭിച്ച ആൾക്ക് യോഗ്യതയില്ല, ലഭിച്ച ആൾക്ക് ഈ ദാനം സ്വീകരിപ്പാനുള്ള അർഹതയില്ല, ഈ വ്യക്തി ഇത് അർഹിക്കുന്നില്ല. പക്ഷേ കൊടുത്ത ആൾ കൊടുത്തത് ഏറ്റവും വലിയ ദാനമാണ്, ഏറ്റവും വലിയ ദാനമാണ്, സമ്മാനമാണ്. ഈ അളവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവം തൻ്റെ പുത്രനെ നൽകിയ ദാനം, ദൈവം തൻ്റെ പുത്രനായ കർത്താവ് യേശുവിൻ്റെ ദാനമായി നൽകിയത് നിസ്തുലമാണ്, ഉപമിക്കാൻ കഴിയില്ല, അനുപമമാണ്. കാരണം തൻ്റെ പുത്രനെ പാപികളായ നമുക്ക് വേണ്ടി, അഭക്തരും ബലഹീനരും ശത്രുക്കളുമായി നമുക്ക് വേണ്ടി, ഒരു അർഹതയുമില്ലാത്ത നമുക്ക് വേണ്ടി പുത്രനെന്ന ദാനം ദൈവം നൽകി, പിതാവ് നൽകി. തൻ്റെ പുത്രനെ ആദരിക്കാൻ നമുക്ക് വേണ്ടി നൽകി തന്നവൻ മറ്റെന്ത് നൽകാതിരിക്കുന്നു? പൗലോസ് റോമർ 8:32 ചോദിച്ചു.
തന്നെ തന്നെയാണ് ദൈവം നൽകിയത് നമുക്ക് വേണ്ടി. നമുക്ക് എന്തായിരുന്നു അർഹത? ശിക്ഷാവിധി, നരകം, തീച്ചുള. ഇത് മാത്രം അർഹതപ്പെട്ട നമുക്ക് തൻ്റെ പുത്രനെ നൽകി. അപ്പോൾ ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നാം എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം അവകാശമായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, പിതൃസ്വത്തായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? വെറും വസ്തുക്കളാകരുത്. വസ്തുക്കളെക്കാളും വിലയുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണം, നമ്മളോട് ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ സംസാരിക്കുക, ഒരു പക്ഷേ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. നമ്മൾ മരിച്ചുപോയ ഒരു അപ്പൻ്റെയോ അമ്മയുടെയോ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നമ്മളവിടെ ചെന്ന് സംസാരിക്കുന്നതിന് മുമ്പ് ആ കുടുംബത്തിലെ മക്കളോട് സംസാരിക്കുന്നു. മക്കളോട് ചോദിക്കുകയാണ്, അപ്പനാണ് മരിച്ചല്ലെങ്കിൽ അമ്മയാണ് മരിച്ചതെങ്കിൽ നിങ്ങളുടെ അപ്പനെയും അമ്മയെക്കുറിച്ച് ഒറ്റ വാക്കുകൊണ്ട് പറയാമോ? ഒരു പക്ഷേ നമ്മൾ കേൾക്കും, എൻ്റെ അപ്പൻ സത്യസന്ധനായിരുന്നു, എൻ്റെ അമ്മ സ്നേഹം നിറഞ്ഞ സ്ത്രീയായിരുന്നു, എൻ്റെ അപ്പൻ ക്ഷമയുള്ളവനായിരുന്നു. പക്ഷെ നാം ഒരിക്കലും പറഞ്ഞ് കേൾക്കില്ല, ഒരു മകനും ഒരു മകളും തൻ്റെ അപ്പനെയും അമ്മയെക്കുറിച്ച് എൻ്റെ അപ്പൻ ആത്മീക സമ്പന്നതയുള്ളവനായിരുന്നു, എൻ്റെ അമ്മ ജീവിത വിജയം നേടിയവളാണ് എന്ന് പറഞ്ഞേക്കുന്നത് ചുരുക്കമാണ്. ഈ പാഠങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും നാം നമ്മുടെ മക്കൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് എന്തായിരിക്കണം? ഒരു വലിയ സമ്പത്ത്, അവിടെ 10 ഏക്കർ സ്ഥലം, ഇവിടെ 4 വീട്, ബാങ്കിൽ ഇത്ര രൂപ ബാലൻസ്, ഇതൊക്കെയാണോ നമ്മുടെ മക്കൾക്ക് വേണ്ടി വെക്കുന്നത്? നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ സത്യം എന്താണ്? കുറച്ച് പക്ഷേ ഈ 3 സത്യങ്ങളെങ്കിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം മക്കളെ. ഒന്ന്, യഥാർത്ഥ സമാധാനം എവിടെ കിട്ടും? യഥാർത്ഥ സമാധാനം കലഹവും കോലാഹലവും യുദ്ധവും കെട്ടടങ്ങുന്നതിലല്ല. യഥാർത്ഥ സമാധാനം ദൈവസാന്നിധ്യമാണ്. രണ്ടാമത്, ജീവിതത്തിൽ കഷ്ടതകൾ വേദനകൾ വരും, ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നാം തീരുമാനിക്കണം, അത് എന്നെ കൈപ്പുള്ളവനാക്കുമോ കൂടുതൽ പ്രയോജനമുള്ളവനാക്കുമോ. മൂന്നാമത്, എന്തവസ്ഥകൾ വന്നാലും മുറുകെ പിടിക്കേണ്ട ഒരു അടിസ്ഥാന സത്യം, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ദൈവത്തെ അറിയുക എന്നതിനേക്കാളും വലിയ സമ്മാനം കൊടുക്കാനില്ല, ഒരു അവകാശം കൊടുക്കാനില്ല. ഇത് നാം മറ്റുള്ളവരെ പഠിപ്പിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, നാമും പഠിക്കണം. നമ്മുടെ ജീവിതം കൊണ്ടത് കാണിച്ചു കൊടുക്കണം, നമ്മുടെ ചുറ്റുമുള്ളവർ കാണിച്ചു കൊടുക്കണം. ഒരു ദൈവ പൈതലായിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി പരിഗണിക്കണം. ഒരു ക്രിസ്ത്യാനിയായി തീർന്ന് ദൈവത്തിലുള്ള ഉറപ്പ് പ്രാപിക്കണം. ഒരു ദൈവത്തിലല്ല എങ്കിൽ വൈകരുത്, ഇനി താമസിക്കുന്ന എന്ത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് മാതൃകയായി നമ്മുടെ ജീവിതത്തിൽ ഈ സത്യങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കണം. അതിന് ദൈവം നിങ്ങളെ ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ 6-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെയുള്ള പ്രധാന വിഷയത്തിലേക്ക് പ്രവേശിക്കും. നീതീകരണത്തിൻ്റെ ഫലങ്ങൾ, അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇതുവരെ കണ്ടു, അതിൻ്റെ ഫലങ്ങൾ, എഫക്റ്റ്, സ്വാധീനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് റോമലേഖനം 5-ന്റെ 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനം നമ്മൾ ചിന്തിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നീതീകരണം, ദൈവം നമ്മളെ നീതീകരിച്ച് അതിലുള്ള ചില അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. നമുക്കിത് ബോധ്യമുണ്ടായിരിക്കണം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുള്ള തെളിവ് കണ്ടു. 2 തെളിവ്, 1 പരിശുദ്ധാത്മാവ്, 2 ക്രിസ്തുവിൻ്റെ മരണം. ഇതിൽ പരം ദൈവം എങ്ങനെ നമ്മളെ സ്നേഹിക്കും? നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട്. അതിനേക്കാളും വലിയ സ്നേഹമില്ല. കൂട്ടുകാരന് വേണ്ടി പ്രാണനെ കൊടുക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. നമുക്ക് വേണ്ടി മരിച്ചു, നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു. ദൈവം നമ്മളെ എത്ര വിലയുള്ളവരാണ് കണ്ടത്. ദൂതന്മാർക്ക് രക്ഷാപദ്ധതിയില്ല. വീണുപോയ ദൂതന്മാരെ രക്ഷിക്കാൻ ദൈവം പദ്ധതി വെച്ചിട്ടില്ല. നാം മനുഷ്യർക്ക് വേണ്ടി അതിനുവേണ്ടി സ്വന്തം പുത്രനെ പോലും നൽകി. എത്ര വലിയ രക്ഷയാണ്! ഇത് തിരിച്ചറിയുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.